ഇപ്പോൾ ചെട്ടികുളങ്ങര 1-ാം വാർഡ് മെമ്പർ സോമവല്ലി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി സോമവല്ലി, വളരെ ദാരുണമായ ഒരു സംഭവമാണ് അവിടെ നടന്നത്. 7 പേരാണ് ഈ പാലത്തിൽ ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതിൽ 5 പേർ അപ്പോൾ തന്നെ നീന്തി കരയ്ക്ക് കയറിയിരുന്നു. എന്നാൽ 2 പേർക്ക് പെട്ടെന്ന് രക്ഷപ്പെടാൻ സാധിച്ചില്ല. അവരെയാണ് തിരച്ചിലിനൊടുവിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അല്ലെ, ഈ പാലം അപകടാവസ്ഥയിലായിരുന്നോ? ഈ നിർമ്മാണത്തിലിരുന്ന പാലമാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ അവിടെ എടുത്തിരുന്നില്ലേ? വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലായിരുന്നു. നേരത്തെ തന്നെ ഇവിടെ നമ്മുടെ നാട്ടുകാരും വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞാനും ഉൾപ്പെട്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ, ഈ പാലം പണിയുടെ സ്ട്രക്ചർ തന്നെ ശരിയായ രീതിയിലല്ലാത്തതിനാൽ ഇവിടുത്തെ ഒരു സംയുക്ത യോഗം, വിവിധ പാർട്ടിയുടെ ഒരു സംയുക്ത യോഗം കൂടി നമ്മളിത് അവരെ ധരിപ്പിക്കുകയുണ്ടായിരുന്നു. എന്നാൽ അത് അത്ര കണ്ടങ്ങോട്ട് ചെവിക്കൊള്ളാതെ കണ്ടാണ് ഇത് മുന്നോട്ട് പോയത്. മന്ത്രി ശശി ചെറിയാൻ സാറ് നമുക്ക് വാക്ക് തന്നു, ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല എന്നുള്ള വാക്കിന്മേലാണ് ഇത് മുന്നോട്ട് പോയത്. ഇപ്പം ഇന്ന് സംഭവിച്ചതെന്ന് പറയുന്നത്, പാലത്തിന്റെ പണി പൂർത്തീകരിച്ചിട്ടില്ലായിരുന്നു, പാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് വാർപ്പ് നടക്കുമ്പോഴാണ്, സൈഡ് വാർപ്പ് നടക്കുമ്പോഴാണ് അതിന്റെ തൂണ് തകർന്ന് താഴേക്ക് പതിക്കുന്നതും. അതുപോലെ തന്നെ 8 പേരുണ്ടായിരുന്നു. അതില് 4 പേരെ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അതിൽ ഒരാളുടെ കാലിനൊടിവുണ്ട്, മറ്റു 2 പേർക്ക് നിസ്സാര പരിക്കുകള്. 2 പേര് ഒഴുകി പോവുകയായിരുന്നു. അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ എടുത്തു ചാടി, ആ വ്യക്തിയും മരിച്ചുപോയി. അതിന്റെ കൂടെ ഒഴുക്കിൽ പെട്ടുപോയ വേറൊരു പയ്യനും മരിച്ചുപോയി. വേറൊരു പയ്യൻ നീന്തി കയറി. ആ ഒരു കണ്ടീഷനിലാണ്. പക്ഷെ ഇവിടുത്തെ നാട്ടുകാർക്ക് പല പ്രാവശ്യവും ഈ പാലത്തിന്റെ പണി അലൈൻമെന്റ് തന്നെ ശരിയായ രീതിയിലല്ലാത്തതിന് ഇവിടെ നമ്മളത് തീരുമാനമെടുത്ത് മന്ത്രിയെ വരുത്തിച്ച് നമ്മൾ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതാണ്. മാത്രവുമല്ല, ചെട്ടികുളങ്ങര പഞ്ചായത്തിന്റെ 8 മീറ്റർ വീതിയുള്ള റോഡ് ജനങ്ങളുടെ ഗതാഗത സൗകര്യവും കൂടി മുടക്കിയിട്ടാണ് ഈ പാലം കൊണ്ടുവന്നത്. സത്യത്തിൽ ഈ പാലത്തിനേക്കാൾ ഞങ്ങൾക്ക് ആവശ്യം, ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യം ഒരു റോഡാണ്. മതിയായ ഒരു റോഡ് നമുക്ക് ഈ ഭാഗത്തേക്കില്ല. കാരണം അച്ചൻകോവിലാറ് കരകവിഞ്ഞൊഴുകിയാൽ ഈ ഭാഗത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും വെള്ളത്തിലാണ്. അതേപോലെ തന്നെ തോണ്ടലി, മരത്തേരി, പുഞ്ച കവിഞ്ഞ് ഇങ്ങോട്ടും കയറി. അങ്ങനെ ഒരു 127 കുടുംബമാണ് ഈ ദുരിതം അനുഭവിക്കുന്നത്. അപ്പൊ ശരിക്കും യഥാർത്ഥത്തിൽ ഈ പാലത്തിനേക്കാൾ ഉപരി ഇവിടുത്തെ ജനങ്ങൾക്ക് യഥാർത്ഥത്തിൽ റോഡായിരുന്നു ആവശ്യം. പക്ഷെ പാലം വന്നതിനോട് വികസനത്തെ നമ്മൾ എതിർക്കുന്നില്ല. എന്നാൽ അതിനോടൊപ്പം വേണ്ടത്ര രക്ഷാപ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിന് വേണ്ടത്ര സേഫ്റ്റി കണ്ടെത്തിയിരുന്നില്ല. ഇന്ന് ഈ വാർപ്പുമായി ബന്ധപ്പെട്ട അച്ചൻകോവിലാറ് ഇത്രയും വെള്ളം കൂടിക്കിടക്കുന്ന ഈ അച്ചൻകോവിലാറിന്റെ പുറകെ കൂടിയാണ് ഈ പാലം, കീഴ്ശ്ശേരി കടവ് പാലം പണി നടക്കുന്നത്. ഈ പണിക്കാർക്ക് വേണ്ടത്ര സത്യം പറയാന് സേഫ്റ്റി ഒരുക്കാതെ കണ്ടാണ് ചെയ്തത്. ഭയങ്കര സത്യം പറയാൻ ഇതിൽ നമ്മൾ വളരെയധികം 2 കുടുംബമാണ് അനാഥമായി പോയത്. 24 വയസ്സും 40 വയസ്സുമുള്ള ദിനുവും രാഘവ് കാർത്തികുമാണ് ഇന്ന് നമ്മൾ ജീവൻ പൊലിഞ്ഞത്. സത്യത്തിൽ ഇത് ഉൾക്കൊള്ളാൻ പോലും കഴിയുന്നില്ല. നമ്മുടെ മനസ്സിനെ നമുക്ക് അതൊന്ന് പാകപ്പെടുത്തി എടുക്കാൻ കഴിയുന്നില്ല ഈ ഒരു അവസ്ഥ. ഈ പാലം നിർമ്മാണം നമുക്കറിയാം, നിരവധി പാലങ്ങൾ ഇത്തരത്തിൽ നിർമ്മിക്കുന്നതാണ്. എന്നാൽ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്. ഇത്തരത്തിലൊരു പാലം ഇങ്ങനെ നിർമ്മാണത്തിലിരിക്കെ ഈ അടർന്നു വീഴുക, അതിന്റെ സ്പാൻ തകർന്നു വീഴുക എന്നൊക്കെ പറയുന്നത് വളരെ ഒറ്റപ്പെട്ട സംഭവമാണ്. അപ്പോൾ അത്തരത്തിൽ വേണ്ട ഒരു തരത്തിലുമുള്ള മുൻകരുതലുകൾ എടുത്തിരുന്നില്ല എന്നാണോ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? ഒരു തരത്തിലുമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നില്ല. സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പരമമായ സത്യമാണ്. ഇത് ഇവിടുത്തെ ജനങ്ങൾ ചൂണ്ടിക്കാണിച്ചതുമാണ്. മാത്രവുമല്ല, നമ്മുടെ ഈ പാലം പണിയുടെ
ഒത്ത നടുക്ക്, അതായത് ഈ പുഴയുടെ ഒത്ത നടുക്ക് പിന്നെ അതിന് കൊടുത്തിരുന്ന സപ്പോർട്ടിങ് തൂണ് അത് വന്ന് ഒരു വലിയ തടി ഒഴുകി വന്നിട്ട് ഇതിൽ ഇടിച്ചിട്ട് ആ സപ്പോർട്ടിങ് തൂണ് പോലും മറിഞ്ഞ് പോയിരുന്നു. ഇതും മനസ്സിലാക്കിയിട്ടാണ് ഇപ്പൊ ഈ വാർപ്പ് ഇവിടെ നടത്തിയത്. അതും ഇവിടുത്തെ ജനങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ഞാൻ ഉൾപ്പെടെയുള്ള ജനങ്ങൾ ഇത് ചൂണ്ടിക്കാണിക്കുകയും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇന്നിപ്പോ ഈ നടന്ന ഈ 2 ജീവൻ പൊലിച്ചത് അല്ലെങ്കിൽ 2 ജീവൻ കളഞ്ഞത് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ അനാസ്ഥ കൊണ്ട് മാത്രമാണ്. അല്ലാതെ കൊണ്ട് ഒരിക്കലും ഇത് മറ്റൊരു രീതിയിൽ നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല. എപ്പോഴും നമ്മുടെ ഭാഗത്ത് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വരുന്നതെന്ന് പറയുന്നത് ജീവൻ പൊലിഞ്ഞു കഴിയുമ്പോഴാണ് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നത്. അതുവരയ്ക്കും ജനങ്ങൾ പറഞ്ഞാലോ അല്ലെങ്കിൽ അവര് ഇതിന്റെ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ പോലും അതിന് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. റോഡാണ് നിങ്ങൾക്ക് സ്വീകരിച്ചിരുന്നില്ല. ഈ ഒരു റോഡാണ് നിങ്ങൾക്കൊക്കെ ആവശ്യമെന്ന് പറഞ്ഞിരുന്ന ആ ഒരു കാര്യം അധികൃതരെ അറിയിച്ചിരുന്നപ്പോൾ എന്താണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു മറുപടി? അതിന് AXC ഉണ്ട്, AE ഉണ്ട്. അവരെല്ലാം കൃത്യമായ കാര്യങ്ങൾ നോക്കിയതിന് ശേഷം ആണ് ഞങ്ങൾ ഇത് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. തുടർന്ന് യാതൊരു തരത്തിലുള്ള ഒരു പരിഗണന ഉന്നയിച്ച കാര്യത്തിൽ ഒരു പരിഗണനയും നൽകിയിട്ടില്ല അല്ലേ? ഇല്ല. ശരി, വളരെയധികം നന്ദി ശ്രീമതി സോമവല്ലി പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.